പാറുവിനെയും കൊണ്ട് സാന്ദ്ര ലൈബ്രറിയുടെ ഇടത് സൈഡ് കോർണറിലേക്കാണ് പോയത്. എന്താ നിന്റെ ഉദ്ദേശം? ലൈബ്രറി ആയതിനാൽ തന്നെ ശബ്ദം താഴ്ത്തി എന്നാൽ കടുപ്പിച്ചാണ് ചോദിച്ചത്. എന്താ ചേച്ചി, എനിക്ക് മനസ്സിലായില്ല. സാന്ദ്ര എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകാത്തതിനാൽ തന്നെ പാറു അങ്ങനെയാണ് ചോദിച്ചത്. ഓ റിയലി? ഇന്നലെ നീ ഒരുത്തൻ്റെ കൂടെ പോയല്ലോ, അവനെക്കുറിച്ച് വല്ലതും അറിയോ? അതെങ്ങനെയാ, കൊള്ളാവുന്ന ഒരുത്തൻ വിളിച്ചപ്പോൾ അത് കാത്തു നിന്ന പോലെ പോവുകയും ചെയ്തല്ലോ. ചേച്ചി, പാറു ഒരു ഞെട്ടലോടെ വിളിച്ചു. മിണ്ടരുത്. ആരാടി നിന്റെ ചേച്ചി? നിനക്ക് അവൻ ആരാണെന്ന് അറിയോ? അവൻ്റെ ഫാമിലിയെ പറ്റി അറിയോ? ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ് ഫാമിലിയാണ് അവൻ്റേത്. നിന്നെ പോലുള്ളവർക്ക് അവനെ സ്വപ്നം കാണാൻ പോലും അർഹതയില്ല. അല്ലെങ്കിലും നിന്നെപ്പറ്റി അവനൊന്നും അറിഞ്ഞു കാണില്ല. ഒരു കൊലപാതകിയുടെ മകളാണ് എന്നറിയുമ്പോൾ നിന്നെ വലിച്ചെറിഞ്ഞു പൊക്കോളും. അല്ലെങ്കിലും അവനെപ്പോലുള്ളവർക്ക് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയാനുള്ള ഒരു വസ്തു മാത്രമാണ് നീ. സാന്ദ്ര പറയുന്നതൊക്കെ ഒരു പകപ്പോടു കൂടി കേട്ടു നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. തനിക്കോ അവനോ പരസ്പരം തങ്ങളുടെ പേരല്ലാതെ വേറൊന്നും അറിയില്ല എന്ന കാര്യം അപ്പോൾ മാത്രമാണ് അവളുടെ മനസ്സിലേക്ക് വന്നത്. തന്നെക്കുറിച്ച് എല്ലാം അവൻ അറിയുന്ന നിമിഷം ഓർത്ത് വല്ലാത്ത ഭയം തോന്നി അവൾക്ക്. മനസ്സിൽ സഹിക്കാനാവാത്ത വേദന തോന്നി. ഇത്രയും ആഴത്തിൽ ആ മുഖം തന്നിൽ പതിഞ്ഞു പോയിരുന്നു. അവൾ സ്വയം ചോദിച്ചു. പിന്നെ നിന്നെക്കുറിച്ച് ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. അത് അങ്ങനെ തന്നെ വേണം. കാരണം അറിഞ്ഞാൽ ഇവിടെ നാണം കെടുന്നത് ഞാൻ കൂടിയാണ്. നിന്റെ നിലയും വിലയും മനസ്സിലാക്കി നീയായി തന്നെ ഒഴിഞ്ഞു മാറിക്കോണം. അത് ദേവെന്നല്ല വേറെ ആര് വന്നാലും. അത് പറയുമ്പോൾ സാന്ദ്രയുടെ മനസ്സിൽ ജിഷ്ണുവിൻ്റെ മുഖമായിരുന്നു. ചേച്ചി, ഞാൻ ഇവിടുത്തെ MLAയുടെ മക്കളടക്കം നിരവധി പെൺകുട്ടികൾ അവൻ്റെ ഒരു നോട്ടത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. നിന്നേക്കാളും 10 ഇരട്ടി ഉയരത്തിലുള്ളവർ. അങ്ങനെയുള്ളവൻ നിന്നെപ്പോലൊരുത്തിയുടെ അടുത്ത് വരുമെന്ന് നിനക്കെങ്ങനെ ചിന്തിക്കാൻ തോന്നി? നീ ഇത് വീട്ടിലറിഞ്ഞാലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറയാതെ തന്നെ നിനക്ക് അമ്മയെ അറിയാലോ. വീടിന് നാണക്കേടുണ്ടാക്കിയാൽ അന്ന് നിൽക്കും നിന്റെ പഠിത്തം. അല്ലെങ്കിൽ നിർത്തിക്കും ഞാൻ, മനസ്സിലായല്ലോ? സാന്ദ്ര പറഞ്ഞതിന് നിർവികാരതയോടെ ഒന്ന് മൂളി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വരാൻ നോക്ക്. പിന്നെ ജിഷ്ണു നിന്നോട് സംസാരിക്കാൻ വന്നാലും നീ അധികം സംസാരിക്കണ്ട. അത് എനിക്കിഷ്ടമല്ല. അവൻ എൻ്റെയാണ്, എൻ്റെ മാത്രമായിരിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് സാന്ദ്ര പുറത്തേക്ക് പോയി. പാർവതിക്ക് ദേവിനെ എങ്ങനെയാ പരിചയം? അഞ്ചൊരു ആകാംക്ഷയോടെ അമ്മുവിനോട് ചോദിച്ചു. എനിക്കറിയില്ല. അതെന്താ നിനക്കറിയാത്തത്? ദീപുവിൻ്റെ ആയിരുന്നു ചോദ്യം. ഷെടാ, എനിക്കറിയില്ല, അതുകൊണ്ട്. നിനക്ക് ഞങ്ങളെ ഒരു ബഹുമാനം ഇല്ല കേട്ടോ. അതൊക്കെ തനിയെ വരേണ്ടതല്ലേ നിച്ചുവേട്ടാ. ഇങ്ങനെ ചോദിച്ച് വാങ്ങുന്നത് മോശമല്ലേ? ഡി പോടോ. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? ജിഷ്ണു ഒച്ചയെടുത്തതും അവരും നടങ്ങി. എടി അഞ്ചു, ഇനി ഇവർ രണ്ടും ഇഷ്ടത്തിലാകുമോ? എന്ത്? നിനക്ക് എന്താ ദീപു? അല്ല, സിനിമയിലൊക്കെ അങ്ങനെയല്ലേ, ആദ്യം മടി പിന്നെ റൊമാൻസ്. ഇനി ആകുമോ? അഞ്ജുവും ആലോചിക്കും പോലെ പറഞ്ഞു. അപ്പോഴും നിച്ചുവും അമ്മുവും പരസ്പരം നോക്കി പുച്ഛിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ അരികിലേക്ക് സാന്ദ്ര വന്നു നിന്നത്. പാറു എവിടെ? അവളെ കണ്ട് അമ്മു ചോദിച്ചു. പുറകെ വരുന്നുണ്ട്. ദാ വന്നു. അമ്മു പാറുവിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടതും അമ്മു പാറുവിൻ്റെ അരികിലേക്ക് നടന്നു. നീ കരഞ്ഞോടി? ഏയ് ഇല്ല. പാറു അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. സാന്ദ്ര നിന്നോട് വല്ലതും പറഞ്ഞോ? ഗൗരവത്തോടുള്ള അമ്മുവിൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറി. ഇല്ല, എനിക്ക് ചെറിയൊരു തലവേദന പോലെ. അവർ അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് കോളേജിലേക്ക് ദേവു വന്നത് കാണുന്നത്. മിക്ക പെൺകുട്ടികളും അവനെ ആരാധനയോടെ നോക്കുന്നത് കണ്ടതും പാറുവിന് സാന്ദ്ര പറഞ്ഞത് ഓർമ്മ വന്നു. അമ്മു വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. ദേവിൻ്റെ കണ്ണിൽ പെടാതിരിക്കാനായി അമ്മുവിനോട് പറഞ്ഞിട്ട് പാറു വേഗം ക്ലാസ്സിലേക്ക് നടന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോകാനായി കുറേ നിർബന്ധിച്ചിട്ടും വരാത്തതിൽ പാറുവിനെ കുറേ ചീത്ത പറഞ്ഞിട്ട് അമ്മു ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. പാറു അപ്പോഴും വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലാകുമ്പോൾ നീയും എന്നെ വെറുക്കുമോ അമ്മു? അമ്മ പോയ വഴിയെ നോക്കി പാറു ചോദിച്ചു. ക്ലാസ്സിൽ ആരും തന്നെയില്ല. മിക്കവരും പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയി. അവൾ ടേബിളിൽ തലവെച്ച് കണ്ണുകൾ അടച്ച് കിടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും അരികിൽ പരിചയമായ ഗന്ധം അനുഭവപ്പെട്ടതും അവളൊരു ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി. തന്നെ നോക്കി ഇരു കൈകളും പിണച്ചുകെട്ടി മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി അവൾ.
അവൻ അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികളിലേക്ക് നോക്കി. കം. കുറച്ചു സമയത്തിന് ശേഷം അവൻ അതുമാത്രമാണ് പറഞ്ഞത്. അവളില്ല എന്ന പോലെ തലയനക്കി. ആർ യു ഷുവർ? പ്ലീസ് എന്നെ വിട്ടേക്ക്. എന്നോട് ഇങ്ങനെയൊന്നും വേണ്ട. എനിക്ക് ആരുമില്ല. നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതൊക്കെ ഒരു തമാശയായിരിക്കും. വയ്യ മോഹി. അവൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവൻ പുറത്തേക്കിറങ്ങിപ്പോയി. അവനെ കണ്ടതു മുതൽ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ പ്രവൃത്തി കൂടി കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു പോയി. പിന്നീടുള്ള 2 ദിവസം അവൾ അവനെ കണ്ടതേയില്ല. ആ 2 ദിവസങ്ങൾ 2 യുഗങ്ങൾ പോലെയാണ് അവൾക്ക് തോന്നിയത്. പല തിരിച്ചറിവുകളുടെയും ദിവസം കൂടിയായിരുന്നു പാറുവിനത്. അവനെ തനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നും തൻ്റെ പ്രണയമായി മാറിക്കഴിഞ്ഞു എന്നും ഒരു പകപ്പോടെയാണ് അവൾ മനസ്സിലാക്കിയത്. ഈ 2 ദിവസത്തിനുള്ളിൽ അമ്മുവിനോട് തന്നെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. അല്ല, അവൾ പറയിപ്പിച്ചു. അവഗണിക്കുമെന്ന് കരുതിയ തന്നെ ഞെട്ടിച്ചുകൊണ്ട് കൂടുതൽ ചേർത്ത് നിർത്തി. നിന്റെ അച്ഛൻ ചെയ്തത് തന്നെയാണ് ശരി. തൻ്റെ പ്രാണനെ പിച്ചു ചീന്തിയവൻ്റെ പ്രാണനെടുത്തു. നിന്റെ അമ്മ ഭാഗ്യവതിയാണ്. അത്രയുമേറെ ആ മനുഷ്യൻ നിന്റെ അമ്മയെ സ്നേഹിച്ചിരുന്നു. തൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം അച്ഛനെപ്പറ്റി അമ്മു പറഞ്ഞതാണ്. അതെ, അമ്മ ഭാഗ്യവതിയാണ്. പക്ഷെ താനോ? അവളൊന്ന് ചിരിച്ചു വേദനയോടെ. ആകാശത്തെ അമ്പിളിമാമനെ മോഹിക്കുന്ന ഒരു കുട്ടിയെപ്പോലെയാണ് താൻ. തൻ്റെ പ്രണയം ഒരിക്കലും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര ദൂരത്തിലാണ്. ഇങ്ങനെ തന്നെ പോട്ടെ. അറിയാം, എന്നെപ്പറ്റി അറിഞ്ഞാലും കാശിയേട്ടൻ തന്നെ ഉപേക്ഷിക്കില്ല. പക്ഷേ വേണ്ട, അർഹിക്കാത്ത ഒന്നും മോഹിക്കരുത്. പാറു, ഇത് എന്തിരിപ്പാണ്? നീ ഫ്രഷാകുന്നില്ലേ? അമ്മു ചോദിച്ചപ്പോഴാണ് പാറു ചിന്തയിൽ നിന്നും ഉണർന്നത്. ചെല്ല് ചെല്ല്, നിരാശാകാമുകി കളിക്കാതെ വേഗം ഫ്രഷ് ആയിക്കേ. എന്നിട്ട് വേണം വല്ലതും പോയി കഴിക്കാൻ. പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞതും അവളൊരു വരുത്തി തീർത്ത ചിരിയോടെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി. പാറു, ആ. അമ്മു വിളിച്ചതും അവൾ ബാത്റൂമിൽ നിന്നും വിളി കേട്ടു. ഞാനൊന്ന് ടെറസിലേക്ക് പോയിട്ട് വരാം. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. വീട്ടിലേക്ക് വിളിക്കണം. ഇപ്പോൾ വരാട്ടോ. ശരി. അവളുടെ മറുപടി കിട്ടിയതും അമ്മു ഒരു കള്ളച്ചിരിയോടെ പുറത്തേക്ക് നടന്നു. പാറു ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും അവളെ ആരോ പിടിച്ചു വലിച്ച് സൈഡിലേക്ക് നിർത്തിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. ഉറക്കെ കരയാൻ പോയ പാറു ഒരു നിമിഷം നിശ്ചലയായി. പരിചിതമായ ഗന്ധം അവളെ പൊതിഞ്ഞു. പാറുട്ടാ. കഴുത്തിൽ മുഖം ചേർത്തുകൊണ്ടുള്ള അവൻ്റെ വിളിയിൽ അവൾ അവനെ മുറുകെ പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഹേയ് ഹേയ് ബേബി, റിലാക്സ്. അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും പെട്ടെന്നെന്തോ ഓർത്തതുപോലെ പുറകിലേക്ക് അവനെ ആഞ്ഞു തള്ളി. പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവനൊന്ന് പിന്നിലേക്കാഞ്ഞു. എന്തിനാ വന്നേ? എവിടെയായിരുന്നു 2 ദിവസം? ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പോവോ? അത്രയേ ഉള്ളൂ. അവൻ്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് അവൾ വാശിയോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യമായി അവൾ ഒരാളോട് പരിഭവിക്കാൻ തുടങ്ങി. മനസ്സിൽ ഉറപ്പിച്ച പല തീരുമാനങ്ങളും അവൾ മറന്നു. അവനൊരു ചിരിയോടെ അതെല്ലാം ഏറ്റുവാങ്ങി. ചിരിക്കുക? ചിരി വരുന്നു. പോ, കാണണ്ട, പോ. വീണ്ടും പിടിച്ചതെല്ലാം വന്നതും അവൻ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു. അവളുടെ മുകളിലായി അവളുടെ ഇരുവശവും കൈകൾ കുത്തി അവൻ നിന്നു. മുഖത്തൊരു ചിരിയുണ്ട്. അവളതിൽ കൊതിയോടെ നോക്കി. ബേബി. അവനൊരു കള്ളച്ചിരിയോടെ വിളിച്ചതും അവൻ്റെ മുഖം നിറയെ അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഇനി എന്നെ വിട്ട് പോകല്ലേ. നിറയെ ചുംബനങ്ങൾ നൽകിയ ശേഷം അവൻ്റെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവളൊരു കിതപ്പോടെ പറഞ്ഞു. നോ ബേബി, ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. അവളുടെ കീഴ്ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് പതിയെ നുണഞ്ഞു. അവളിൽ നിന്നും ഒരു മൂളൽ ഉയർന്നു. അവൻ തൻ്റെ നാവിനാൽ അവളെ തഴുകിക്കൊണ്ട് ആവേശത്തോടെ നുണഞ്ഞു തുടങ്ങി. അവൾ അവനെ ഇറുകെ പുണർന്നുകൊണ്ട് തന്നിലേക്ക് ചേർത്തു. അവളുടെ അധരങ്ങളിലുള്ള മൃദുലതയും മധുരവും അവനെ കൂടുതൽ ആവേശഭരിതനാക്കി. ഇരുവരുടെയും സീൽക്കാരം റൂമിൽ മുഴങ്ങി. മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും വായിലാക്കി നുണയുന്നവനെ അവൾ പ്രണയത്തോടെ പുണർന്നു. അവളുടെ ഇടുപ്പിലിരുന്ന കൈകൾ പതിയെ മുകളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അത് അവളുടെ മാറിലായി അമർന്നതും വേദനയോടെയുള്ള ഒരു ശബ്ദം അവളിൽ നിന്നും ഉയർന്നു. ചുണ്ടുകളിൽ നിന്നും കഴുത്തിലേക്ക് അവൻ്റെ അധരങ്ങൾ ഇഴഞ്ഞു നീങ്ങിയതും ഡോറിൽ ആരോ തട്ടിയതും ഒരുമിച്ചായിരുന്നു. ദേവ്. ജഗൻ്റെ ശബ്ദം കേട്ടതും അവൻ കണ്ണുകൾ വെട്ടി തുറന്നു. ദേവ്, ഇനി എന്താടാ? നിന്റെ പാറൂട്ടൻ അവളെ കണ്ടെത്തി. ഇനിയും എന്തിനാ? അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കി ജഗനൊരു വേദനയോടെ ചോദിച്ചു. അതിന് ഒന്നും മിണ്ടാതെ കുറച്ചു സമയം ഇരുന്ന ശേഷം അവൻ വേഗം എഴുന്നേറ്റ് ജാക്കറ്റും എടുത്ത് പുറത്തേക്കിറങ്ങി.
ഏയ് ദേവ്, നീ എങ്ങോട്ടാ? എനിക്കിപ്പോൾ എൻ്റെ പാറൂട്ടനെ കാണണം. അവൻ്റെ വാക്കുകളിൽ ജഗൻ കണ്ണു മിഴിച്ചു നിന്നു. പെട്ടെന്ന് ബോധം വന്ന പോലെ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ ബൈക്കിനടുത്തേക്ക് നടക്കുന്ന ദേവിനെയാണ്. അത് കണ്ടതും അവനൊരു വെപ്രാളത്തോടെ അവനടുത്തേക്ക് ഓടി. ഡാ നിൽക്ക് ദേവ്. വാട്ട്? നീ ഇപ്പോൾ പോകണ്ട. വൈ? ദേവ് റിലാക്സ്. ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തിൽ കേൾക്ക്. ഇപ്പോൾ സമയം നോക്കിക്കേ, മിഡ് നൈറ്റാണ്. അവരൊക്കെ ഇപ്പോൾ ഉറങ്ങിക്കാണും. മാത്രല്ല ഇതൊരു വില്ലേജാണ്. 2 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നത് ആരെങ്കിലും കണ്ടാൽ ഐ ഡോണ്ട് കെയർ. പ്ലീസ് ദേവ്, ഞാൻ പറയണതൊന്ന് മനസ്സിലാക്ക്. ഇപ്പോൾ നിന്നെ കണ്ടാൽ പാർവതി എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. നമുക്ക് അവളെ കണ്ടുപിടിക്കാനായിരുന്നു പ്രയാസം. നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു അവൾക്ക്. അതിനർത്ഥം നിന്നിലേക്കിനി ഒരു മടക്കമില്ലെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചു. നോ, നീ എത്ര ദേഷ്യപ്പെട്ടാലും സത്യം സത്യമാകുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. 2.5 വർഷം കാത്തിരുന്നില്ലേ നീ? ഇനി കുറച്ച് മണിക്കൂർ കൂടി ക്ഷമിക്ക്. ആദ്യം പാർവതി ഇതുപോലൊരു ആദിവാസി ഗ്രാമത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നറിയണം. ഏതവസ്ഥയിലായിരുന്നു എന്നറിയണം. അതിന് ആദ്യം നമ്മൾ തീരുമാനിച്ചതുപോലെ നാളെ ആ സ്ത്രീയെ കണ്ട് സംസാരിക്കണം. ജഗൻ പറഞ്ഞതിൽ കാര്യമുള്ളത് കൊണ്ട് തന്നെ അവനൊന്നും മിണ്ടിയില്ല. പിന്നെ വേഗത്തിൽ അവൻ തന്നെ നിർമ്മിച്ച ടെൻറ്റിലേക്ക് കയറി. അത് കണ്ടതും സമാധാനത്തിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ജഗൻ ആഞ്ഞു ശ്വസിച്ചു. അവനും തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. മഹിയമ്മ, ദേവിൻ്റെ അമ്മയാണ്. അത് കണ്ടതും അവനൊരു നെടുവീർപ്പിട്ടു. മോനെ, പറയും മഹിയമ്മേ. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തുമെന്ന്. നേരാണോ എൻ്റെ ദേവൂട്ടൻ? ഞങ്ങൾ എത്തും അമ്മ. അവൻ തന്നെയല്ലേ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല. പിന്നെ പാർവതി ഉണ്ടാകും കൂടെ. അവൻ കണ്ടെത്തി അവൻ്റെ പ്രാണനെ. മോനെ. മഹിയുടെ ശബ്ദത്തിലെ വിറയൽ മനസ്സിലായതുപോലെ ജഗനൊന്ന് ചിരിച്ചു പുച്ഛത്തോടെ. അതെ, അങ്കിളിനോടും നീരുവിനോടും ഞാൻ ഇതേപ്പറ്റി പറഞ്ഞിട്ടില്ല. അമ്മയോടാണ് ആദ്യം പറയുന്നത്. അത് അവനെ നേരിടാൻ, അവൻ്റെ ചോദ്യങ്ങളെ നേരിടാൻ തയ്യാറായിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇനി എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാലും അവനെ ജയിക്കാൻ അമ്മയ്ക്കാകില്ല. അത്രയും പറഞ്ഞുകൊണ്ട് മറുപടിക്ക് നിൽക്കാതെ ജഗൻ കോള് കട്ട് ചെയ്തു. മഹാലക്ഷ്മി അങ്ങനെ തന്നെ നിന്നുപോയി. കേട്ട വാർത്തയുടെ നടുക്കമെന്നോണം അവരുടെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് വീണു. കരഞ്ഞു കലങ്ങിയ മിഴികളോടെ തൻ്റെ പ്രണയത്തിനു വേണ്ടി കൈകൂപ്പി തന്നോട് കെഞ്ചിയ ഒരുവളുടെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നു. ഒരു തളർച്ചയോടെ മഹാലക്ഷ്മി പിന്നിലേക്ക് ചാഞ്ഞു. പാർവതി. അവളുടെ മുഖം മനസ്സിലേക്ക് വന്നതും മഹാലക്ഷ്മി കണ്ണുകൾ ഇറുകി അടച്ചു കളഞ്ഞു. പെട്ടെന്ന് നീരജയുടെ മുഖവും ഓർമ്മ വന്നതും കണ്ണുകൾ വെട്ടി തുറന്നു. ഇല്ല, താനായിരുന്നു ശരി. നീരജ. അവളുടെയും പ്രണയമല്ലായിരുന്നോ ദേവ്? അവളല്ലേ അവനെ ആദ്യം സ്നേഹിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ നീരജയുടെ പ്രണയം, അതിനല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതെ, തൻ്റെ തീരുമാനം ശരിയായിരുന്നു. സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ ആശ്വാസം കണ്ടെത്തി. ആൻറ്റി. നീരജയുടെ ശബ്ദം കേട്ടതും മഹാലക്ഷ്മി ഒരു വെപ്രാളത്തോടെ മുഖമമർത്തി തുടച്ചു. ആൻറ്റി, ഞാനറിഞ്ഞത് സത്യാണോ? ദേവ്, എൻ്റെ ദേവ് ഉടനെ വരൂ. അവളുടെ ചോദ്യത്തിൽ നിന്നും തന്നെ അവളുടെ സന്തോഷം അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്താ ആൻറ്റി മുഖമല്ലാതെ? അവൻ എന്നോട് എങ്ങനെ പെരുമാറുമെന്ന് ആലോചിച്ചാണോ? ആൻറ്റി പേടിക്കണ്ട, അവനെ ഞാൻ മാറ്റിയെടുത്തോളാം. എനിക്കുറപ്പുണ്ട് എൻ്റെ സ്നേഹം അവൻ തിരിച്ചറിയും. ഉറപ്പോടെ പറയുന്നവളെ അവർ വേദനയോടെ നോക്കി. കട്ടിലിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് പാർവതി. കണ്ണുകളുടെ ചലനങ്ങളിൽ നിന്നും അവൾ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. തൊട്ടരികിൽ തന്നെ സ്വെറ്ററൊക്കെ ഇട്ട് തുമ്പി ഉറങ്ങുന്നുണ്ട്. ചുണ്ട് പുറത്തേക്ക് ഉന്തിയുള്ള ആ കിടപ്പ് കാണാൻ തന്നെ നല്ല ചേലാണ്. പാർവതിക്ക് മനസ്സിൽ വല്ലാത്തൊരാശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. പാച്ചിയമ്മയോട് തൻ്റെ മനസ്സ് തുറന്നതുകൊണ്ടാകാം. കാശിയേട്ടൻ ദിവസവും ആ മുഖം ഓർക്കും. അങ്ങനെയല്ല, ഓർക്കാത്ത നിമിഷങ്ങളില്ല. തൻ്റെ കുഞ്ഞിപ്പെണ്ണ്, അവരുടെ ചില ശൈലികൾ പോലും കാശിയേട്ടനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അവരുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി, തങ്ങളുടെ പ്രണയകാലത്തിലേക്ക്, മധുര നിമിഷങ്ങളിലേക്ക്. വാതിലിൽ തുടരെയുള്ള കൊട്ട് കേട്ടെങ്കിലും കാശി അത് ഗൗനിക്കാതെ പാറുവിൻ്റെ കഴുത്തിലെ തൻ്റെ ചുണ്ടുകളാൽ നുണഞ്ഞുകൊണ്ടിരുന്നു. പാറു അവൻ നൽകുന്ന അനുഭൂതിയിൽ ലയിച്ചു കിടന്നു. പാറു. തുടരെയുള്ള കൊട്ടിനൊപ്പം അമ്മുവിൻ്റെ ശബ്ദം കൂടി കേട്ടതും പെട്ടെന്ന് ബോധം വന്ന പോലെ അവനെ തള്ളി മാറ്റി. വാട്ട്? ആ രസച്ചരണം മുറിഞ്ഞ ദേഷ്യത്തിൽ അവൻ അവളോട് അല്പം ഗൗരവത്തിൽ ചോദിച്ചു. അത് അമ്മു, വാതിൽ. അവള് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അവൻ തൻ്റെ റൂമിലാണെന്ന ചിന്തയിൽ അവൾക്ക് ശരിക്കും പേടിയും ഒപ്പം വല്ലാത്ത ചമ്മലും തോന്നി. പാറു,
ആ അമ്മു ഇപ്പൊ വരാം, അവളൊരു പതർച്ചയോടെ പറഞ്ഞു. അവൻ അപ്പോഴും ബെഡിൽ ഇരുവശം ചെരിഞ്ഞു കിടന്ന് ഇടത് കൈയിൽ തല താങ്ങി അവളെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു. ഗോ ആൻഡ് ഓപ്പൺ ദ ഡോർ, അവൻ പറഞ്ഞതും അവൾ അവനെ കണ്ണുമിഴിച്ചു നോക്കി. ദേ പാറു, നീ ഇപ്പോൾ ഇത് തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. കലിപ്പോടെയുള്ള അമ്മുവിൻ്റെ ശബ്ദം കേട്ടതും പാറു ദയനീയമായി അവനെ നോക്കി. ഷീ നോസ്, ആക്ച്വലി തൻ്റെ അമ്മുവാ എന്നെ ഇവിടെ കയറാൻ ഹെൽപ്പ് ചെയ്തത്, അവൻ പറഞ്ഞതും അവൾ വായും പൊളിച്ചു നിന്നു. അവനത് തൻ്റെ കൈകൊണ്ട് അടച്ച് ആ ചുണ്ടിൽ ഒരു ഉമ്മ വെച്ച് കൊടുത്തു. ഞാൻ ദാ അവിടെ വെയിറ്റ് ചെയ്യാം, അതും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവരുടെ കുഞ്ഞു ബാൽക്കണിയിലേക്ക് നടന്നു. 2-3 ചുവട് വെച്ച ശേഷം അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഐ ലൈക്ക് ഇറ്റ്, അർത്ഥം വെച്ചുള്ള അവൻ്റെ സംസാരത്തിൽ അവളൊന്ന് ചൂളി. ഡീ, ദേഷ്യത്തോടെയുള്ള അമ്മുവിൻ്റെ വിളിയിൽ പാറു ഒന്ന് ഞെട്ടി. ദൈവമേ, ഇനി ഈ പെണ്ണിന് ഇനി എന്താണാവോ? അതും പറഞ്ഞുകൊണ്ട് പാറു വേഗം കതക് തുറന്നു.